നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തിക്കുന്ന ന്യൂസ് അറ്റ് 8. ഇനി വാർത്താ അവതാരികയാകാൻ ഞാനും 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 വാഴക്കുളം മാർക്കറ്റിലേക്ക് ഒഴുകിയെത്തി തോട്ടത്തിൽ ഉപേക്ഷിക്കപ്പെട്ട പൈനാപ്പിളുകൾ ലോഡ് കയറി പോകാതെ വിപണിയിൽ കുന്നുകൂടുന്ന പൈനാപ്പിളുകൾ നിർമ്മാർജ്ജന പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. നേരിയ തോതിൽ വില ഉയർന്നതോടെ തോട്ടങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്ന പൈനാപ്പിളുകൾ വാഴക്കുളം മാർക്കറ്റിലേക്ക് ഒഴുകിയെത്തുന്നു. കനത്ത വിലയിടിവിനെ തുടർന്ന് വിളവെടുപ്പ് നടത്താതെ തോട്ടങ്ങളിൽ പഴുത്തു നിന്നിരുന്ന പൈനാപ്പിളുകളാണ് കർഷകർ ഇപ്പോൾ വിപണിയിലെത്തിക്കുന്നത്. ഒരു മാസം മുൻപ് വരെ കർഷകർക്ക് പഴുത്ത പൈനാപ്പിളിന് കിലോയ്ക്ക് ശരാശരി 50 രൂപ ലഭിച്ചിരുന്നു. എന്നാൽ വിലയിടിഞ്ഞ് ശരാശരി 10 രൂപ നിരക്കിൽ പോലും വിപണനം ഇല്ലാതായതോടെയാണ് തോട്ടങ്ങളിൽ തന്നെ അവ ഉപേക്ഷിക്കപ്പെട്ടത്. ഈ സാഹചര്യത്തിലാണ് എ ഗ്രേഡ് പച്ച പൈനാപ്പിളിന് കിലോയ്ക്ക് 49 രൂപയും പഴുത്തതിന് 28 രൂപയുമായി ഉയർന്നതോടെ ഉപേക്ഷിക്കപ്പെട്ട പൈനാപ്പിളിനെ കർഷകർ തിരികെ വിപണിയിലെത്തിക്കുന്നത്. മാറി മാറി വന്ന വെയിലും മഴയും പൈനാപ്പിളിനെ അമിതമായി പഴുത്ത നിലയിലെത്തിച്ചു. ഇത് വിപണിക്ക് ആവശ്യമില്ലാത്ത അവസ്ഥയായിരുന്നു. പഴുത്തുപോയ പൈനാപ്പിളിനും എന്തെങ്കിലും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ ഇവ ഇപ്പോൾ വിപണിയിലെത്തിക്കുന്നത്. എന്നാൽ രുചിവ്യത്യാസം വന്ന ഇവ എളുപ്പത്തിൽ ഉപയോഗശൂന്യമാകുമെന്നതിനാൽ കച്ചവടക്കാർ വാങ്ങാൻ മടിക്കുകയാണ്. ജ്യൂസ് നിർമ്മാണത്തിന് ഉപയോഗപ്പെടുത്താമെങ്കിലും മഴക്കാലമായതോടെ അതിനുള്ള സാധ്യതയും മങ്ങിയിരിക്കുകയാണ്. പഴുത്തുപോയതിനെ തുടർന്ന് വാഴക്കുളം വിപണിയിലെത്തിച്ച പൈനാപ്പിൾ തിരികെ കൊണ്ടുപോകാൻ പോലും കഴിയാത്ത നിസ്സഹായ അവസ്ഥയിൽ കർഷകർ മാർക്കറ്റിൽ തന്നെ ഇവ ഉപേക്ഷിക്കുന്ന സ്ഥിതിയാണിപ്പോൾ. ലോഡ് കയറിപ്പോകാതെ വാഴക്കുളം വിപണിയിൽ കുന്നുകൂടുന്ന പൈനാപ്പിൾ നിർമ്മാർജ്ജനം പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. ഉണങ്ങിയ നിലയിൽ കമ്പോസ്റ്റ് വളമായി ഉപയോഗിക്കാവുന്ന പൈനാപ്പിൾ മാലിന്യം പോലും നിർമ്മാർജ്ജനം ചെയ്യാൻ ബുദ്ധിമുട്ട് നേരിടുന്ന സാഹചര്യത്തിൽ JCB ഉപയോഗിച്ച് വലിയ കുഴിയെടുത്താണ് ഇപ്പോൾ നിർമ്മാർജ്ജനം ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുറ്റതാക്കാൻ NAC അക്രഡിറ്റേഷനിൽ A++ കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ 2025-26 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.